രാഹുൽ സദാശിവന്റേതായിട്ട് അവസാനമായിട്ട് പുറത്തുവന്ന രണ്ട് സിനിമകൾ ഭ്രമയുഗവും ഭൂതകാലവും പ്രേക്ഷകരുടെ പ്രശംസ നേടാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറർ സിനിമകളെക്കുറിച്ചുള്ള അവരുടെ ഇന്റലിജൻസിനെ ബഹുമാനിക്കുന്ന രീതിയിലാണ് പുള്ളി സിനിമകൾ എടുക്കുന്നത്. കുറച്ചുകൂടെ തിയേറ്ററിക്കൽ ആയിട്ടുള്ള എലമെന്റുകളുള്ള ഭ്രമയുഗമാവട്ടെ, ഇമോഷണൽ ഹോണ്ടിങ് എലമെന്റുകളുള്ള ഭൂതകാലമാവട്ടെ, നമ്മൾ എന്താവും പ്രതീക്ഷിക്കുന്നത് എന്ന് ഊഹിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഡെലിവറി ചെയ്യണമെന്നുള്ളൊരു നിർബന്ധം രാഹുൽ സിനിമ ഉണ്ടാക്കുന്നതിൽ കാണിക്കുന്നുണ്ട്. ഭ്രമയുഗം ഒരുക്കിയ ടീമിനൊപ്പം ചേർന്ന് രാഹുൽ വീണ്ടും സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ പ്രണവ് മോഹൻലാൽ സിനിമയായിട്ടുള്ള DS ഇറയെ ഇത്തരത്തിൽ വളരെ മികച്ച രീതിയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ മിനിറ്റും നമ്മളെ സ്ക്രീനിൽ തന്നെ നോക്കിയിരുത്തുന്ന ഹൊറർ ജോണറിലെ ഗിമ്മിക്കുകളൊന്നും ഉപയോഗിക്കാത്ത ഒരു ഗംഭീര സിനിമയാണ്. റോഹൻ എന്ന് പറയുന്ന യുവ ആർക്കിടെക്റ്റിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. വളരെയധികം റിച്ച് ആയിട്ടുള്ള അച്ഛൻ്റെ പൈസ ദൂർത്തടിച്ച് കളയുന്ന ഒരുതരം പാർട്ടി ആനിമൽ കഥാപാത്രമാണ് രോഹൻ. ഒരു ദിവസം അയാളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടത് രോഹൻ അറിയുന്നു. സുഹൃത്തിൻ്റെ കൂടെ ആ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം രോഹൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വിചിത്രമായ കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. വിഷ്വൽ ലാംഗ്വേജിൻ്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഹൊറർ കൊറിയോഗ്രാഫ് ചെയ്തിട്ടുള്ളതും പൊതുവെയുള്ളൊരു സ്റ്റഡി ഫീലുമൊക്കെ കുറച്ചുകൂടെ ഭൂതകാലത്തിന് സമാനമായിട്ടാണ് വരുന്നത്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുന്ന സ്വല്പം ആക്ഷൻ ഭാഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വളരെ പാനിക് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റുകൾ പോലും പടത്തിൽ സ്റ്റാറ്റിക് ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. പല സ്ഥലത്തും എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ് ഒരു പേസിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. പേടിപ്പിക്കാൻ വേണ്ടി അധികമായിട്ട് ചോരയും അല്ലെങ്കിൽ വികൃതമായ പ്രേതത്തിൻ്റെ മുഖവും ഒന്നും കാണിക്കാൻ രാഹുൽ സദാശിവൻ ശ്രമിക്കുന്നില്ല. കാറ്റ്, റൂമിനകത്തുള്ള ശബ്ദങ്ങൾ, നിഴലുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഭീതിയുള്ളൊരു അന്തരീക്ഷം രാഹുൽ സൃഷ്ടിക്കുന്നത്. സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ വളരെ സട്ടിലായിട്ട് എന്നാൽ പ്രാധാന്യം ഒട്ടും ചോർന്നു പോകാതെയാണ് നമ്മളിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സ്റ്റാറ്റിക്കായ ഷോട്ടുകൾ സിനിമ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചില ഷോട്ടുകളൊക്കെ കുറച്ചധികം നേരം രാഹുൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സബ് കോൺഷ്യസ് ആയിട്ട് നമ്മളോട് ചില സ്ഥലങ്ങൾ ഒന്ന് നോക്കി വെച്ചോളാൻ പറയുന്നത് പോലത്തെ ഒരു പരിപാടിയായിരുന്നു അത്. ഈ സിനിമയിൽ രോഹന്റെ വീടായിട്ട് കാണിക്കുന്ന സ്ഥലം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കുറച്ചുകൂടെ സാധാരണ രീതിയിലാണ് വിഷ്വലി ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. രോഹൻ എന്ന കഥാപാത്രത്തിന്റെ ആർക്കിടെക്ചറൽ പശ്ചാത്തലത്തെ സ്മാർട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ വീടിനെ ഹൊററിന്റെ ഒരു സ്റ്റേജ് ആക്കിയിട്ട് രാഹുൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള വൈറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ, അതിലെ ലക്ഷറി ആമിനിറ്റീസ്, വിൻഡോകൾ, പിന്നെ ആ വീട്ടിലെ വലിയ ഓപ്പൺ സ്പേസുകൾ, ഇതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഹൊറർ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പടത്തിൽ പ്രേതത്തിൻ്റെ സാന്നിധ്യം കാണിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. പേടിപ്പിക്കാൻ എഴുതുന്ന ഘട്ടത്തിൽ തന്നെ ഇമോഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ പിന്നെ പ്രോസ്തറ്റിക് മേക്കപ്പ് ഒക്കെ ഇട്ട് ഓഡിയൻസിനെ കഷ്ടപ്പെട്ട് പേടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന്. പൊതുവെ ഹൊറർ സിനിമകളിൽ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന തരം ട്രാക്കിനെ അവർ ഈ കഥയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ഒരാളുടെ ഒബ്സഷനെ കുറിച്ച് സംസാരിക്കുന്ന ആ ഭാഗമാണ് ഈ സിനിമയ്ക്ക് അതിൻ്റെ ടൈറ്റിലിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നത്. സ്വല്പം ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവത്തിൽ പോകുന്ന രണ്ടാം പകുതിയിലെ ആ ഒരു ഭാഗം പാരലൽ ട്രാക്കുകളിലൂടെ ഒരു റിവീലിംഗ് നടത്തുന്നത് മികച്ച എഡിറ്റിംഗ് പ്രിസിഷനോട് കൂടിയിട്ടായിരുന്നു. ഈ സിനിമയിൽ സൈലൻസിനെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന രീതിയിലാണ് ക്രിസ്റ്റോ സേവിയർ പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുള്ളത്. നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നത് പലപ്പോഴും സൈലന്റ് ആയിട്ടുള്ള മൊമെന്റുകളാണ്. ഹൊറർ സിനിമകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് സൗണ്ട് ഡിസൈൻ. DS ഇറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൗണ്ട് ഡിസൈനും അതിനോടൊപ്പം തന്നെ എഡിറ്റിങ്ങും ചേർന്ന് ടെൻഷൻ ബിൽഡ് ചെയ്യുന്നത് ഗംഭീരമായിട്ടാണ്. പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പണച്ചാക്ക് കഥാപാത്രത്തിൻ്റെ ധാർഷ്ട്യം തുടക്ക ഭാഗങ്ങളിൽ നല്ല രീതിയിൽ പ്രണവ് പെർഫോം ചെയ്യുന്നുണ്ട്. ടെൻഷനാകുന്ന ഭാഗങ്ങളിലെ പെർഫോമൻസ് ഓവർഡു ചെയ്യാതിരിക്കാൻ പ്രണവ് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രണവിൻ്റെ മലയാളം ഉച്ചാരണം പഴയ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ജിബിൻ ഗോപിനാഥിന് മധു എന്നൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഈ സിനിമയിൽ ലഭിച്ചിട്ടുണ്ട്. പുള്ളി ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പല ക്യാരക്ടർ റോളുകളും സ്വല്പം ലൗഡ് സ്വഭാവത്തിലുള്ളതായിരുന്നു. എന്നാൽ ഇതിലെ മധു സമാധാനത്തോടെ എല്ലാം ഒബ്സേർവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ കഥാപാത്രത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും സംസാരിക്കുന്ന രീതിയിലും ആ ഒരു കാംനെസ് കൊണ്ടുവരാൻ ജിബിൻ ഗോപിനാഥിന് സാധിക്കുന്നുണ്ട്. ഈ സിനിമയിലെ ഒരുപക്ഷെ ഏറ്റവും പേടിപ്പെടുത്തുന്ന രംഗം വർക്കാകുന്നത് ജിബിൻ്റെ റിയാക്ഷൻ ഷോട്ട് കാരണമാണ്. വാതിലിൻ്റെ ഇടയിലൂടെ കാണുന്ന ഒരു ലൈറ്റ് ബീമിനെ ഇത്രയും വലിയ ഹൊററിൻ്റെ സോഴ്സായിട്ട് ഇമാജിൻ ചെയ്ത രാഹുൽ സദാശിവനെയും ഇവിടെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ക്യാരക്ടർ റോളുകളിൽ പല സിനിമകളിലും കണ്ടിട്ടുള്ള ജയ കുറുപ്പിന് കരിയറിലെ ഏറ്റവും സുപ്രധാനമായ കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. അതവർ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അനിയൻ കഥാപാത്രത്തിൻ്റെ ട്രോമ റെസ്പോൺസ് അരുൺ അജികുമാർ നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടത് പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആയിട്ടുള്ള എപ്പിക്കിലാണ്.
പറ്റുമെങ്കിൽ നിങ്ങളും എപ്പിക് അല്ലെങ്കിൽ PXL പോലെയുള്ള ഏതെങ്കിലും പ്രീമിയം ഫോർമാറ്റിൽ പടം കാണാൻ ശ്രമിക്കുക. ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് എന്നതിന് വേണ്ടി മാത്രമല്ല, ഈ പടം കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ തോന്നുന്നത് വലിയ ബഡ്ജറ്റിൻ്റെ അകമ്പടി ഇല്ലാതെ നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു എന്നതിലാണ്. ഫോർമാറ്റിനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരു ഫിലിം മേക്കർക്ക് ക്ലാസിക് ഹൊറർ ഫിലിമുകളുടെ ആ ഒരു വൈബ് ഇന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്നൊരു സിനിമയാണ് ഡിയർ ഇറേ. വളരെ കാഷ്വലായിട്ട് ഈ സിനിമയുടെ ഏതാണ്ട് അവസാനത്തേക്ക് വരുമ്പോൾ രാഹുൽ സദാശിവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത പടം അനൗൺസും ചെയ്യുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്